ഉദ്ഘാടന ചടങ്ങിലേക്ക് ഞാൻ നിങ്ങളെ കൂട്ടിപ്പോട്ടു പോവുകയാണ്. സംഘടനയായ ഉമ്മ 2010 ഞാൻ ഏവരെയും സ്വാഗതം ചെയ്യുകയാണ്. നമുക്കിവിടെ ഈ താരസംഘടനയിൽ മെമ്പർഷിപ്പുള്ള ഒട്ടുമിക്ക താരങ്ങളും ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അതിനു മുമ്പ് നമുക്ക് ആദ്യമായി ഒരു വെൽക്കം സോങ്ങിനായി ഇവിടെ എത്തിയിരിക്കുന്ന കൊച്ചു താരത്തെ നമുക്ക് ക്ഷണിക്കാം. ചെളിനക്ഷത്രം എന്ന സിനിമയിലൂടെ സൂപ്പർ താരമായി വളർന്നു വന്ന ശ്രീ ബേബി വിദ്യ. കുക്കിരി കുക്കുരുക്കൻ കക്കിരി കക്കും കരുമ്പിൽ പണ്ടൊരു കാട്ടിലെത്തി. മുന്തിരി കണ്ട് കൊതിച്ച് നാക്കിൽ വെള്ളം കുതിച്ച് കൊമ്പത്ത് നോക്കി നിന്നു. ദൂരെ നിന്നു കളി പറഞ്ഞു കുരുകും കുരുന്ന് കാക്കുകുരുവി. എന്തിരെന്ത് കുട്ടിക്കുരുക്ക അരുതാത്ത കാര്യം നോക്കി കൊതിച്ചു. ഓക്കെ, നമുക്ക് ഇനി അടുത്തതായി ഉദ്ഘാടന ചടങ്ങിലേക്ക് കടക്കാം. ഇവിടെ ഉദ്ഘാടനം ചെയ്യാനായി എത്തിയിരിക്കുന്നത് നമ്മുടെ എല്ലാ പ്രിയപ്പെട്ട കരുണ നിറഞ്ഞ കരുണാകരൻ സാറും ചുരളീധരനും അന്തപ്പൻ സാറുമാണ് ഇവിടെ എത്തിയിരിക്കുന്നത്. നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം. എന്റെ കർത്താവേ, ഞാൻ എവിടെ ചെന്നാലും ഇയാൾ എനിക്കൊരു പാറിയ. അച്ഛാ, ഇയാളെ പിടിച്ച് പുറത്താക്കാം അച്ഛാ. വേണ്ട പോയി, അയാളവിടെ ഇന്നോട്ടെ, ചിലപ്പോ നമുക്ക് എന്തെങ്കിലും കൊടും കിട്ടിയാലോ. എങ്കിൽ ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. 3 രൂപ തന്നാൽ നിങ്ങളുടെ പാർട്ടിയിൽ എനിക്കൊരു മെമ്പർഷിപ്പ് തരാമോ? അടുത്തതായി നമുക്ക് ചോദിക്കാം, അന്തപ്പൻ സാർ, താങ്കൾ അധികാരത്തിൽ കയറിയപ്പോൾ താങ്കൾക്ക് എന്താണോ തോന്നിയത്? എന്റെ കർത്താവേ, ഞാൻ അധികാരത്തിൽ കയറിയപ്പോൾ കണ്ട കാഴ്ച കഞ്ഞി വെക്കാത്ത അടുപ്പിൽ പൂച്ച പെട്ടിയെടുക്കുന്ന പോലെയായിരുന്നു. എടോ, ഞാൻ മരിച്ചാൽ അവിടെ പൂച്ച മാത്രമല്ല പട്ടിയും പെട്ടിയെടുക്കും. തന്റെ അവസ്ഥ ആരാടോ? അച്ഛാ, ദേ ആ കമ്മീഷണർ അവിടെ ഇരുന്നത് എന്തൊക്കെയോ പെറുപെറുക്കൊക്കെ ചെയ്യും അച്ഛാ. എടോ, അയാൾ തന്നെയാണ് 2 വാക്ക് താ പുല്ലും ചുറ്റുമല്ലേ, അതിലേക്കുള്ള അയാൾ എന്ത് പറയാനാടോ? സാറിന്റെ ഈ പരിഹാസ വാക്കുകളുണ്ടല്ലോ, അധികാരം ഇങ്ങനെ കൈവെള്ളയിലിട്ട് അമ്മാനമാടുന്ന ഉപചാപകന്റെ ചിരി ഇനി നമ്മൾ കാണും. അപ്പോൾ സാറിന്റെ മുഖത്ത് ആ പരിഹാസ വാക്കുകൾ കാണില്ല സാർ. എടോ, താൻ എന്നെ എന്ത് ചെയ്യുന്നത് പറയുന്നത്? ഞാൻ ആരാന്നറിയാമോ? അറിയാം സാർ. താൻ എന്നെ കഴിച്ചാൽ തന്നെ ഞാൻ പിടിച്ച് ട്രാൻസ്ഫർ ചെയ്തേ. സാർ, ഈ പറയുന്ന ട്രാൻസ്ഫർ എന്ന ഈ ഉമ്മാക്കിയുണ്ടല്ലോ, ഭരത്ചന്ദ്രത വെറും ഇതാ. ജസ്റ്റ് റിമെമ്പർ ദാറ്റ് ഷിറ്റ്. നമുക്ക് ഇനി അടുത്തതായിട്ട് കടന്നു ചെല്ലാം താരങ്ങളുടെ വിശേഷങ്ങളിലേക്ക്. ഇവിടെ എത്തിയിരിക്കുന്ന ഷീലാമ്മ, നമുക്ക് ചോദിക്കാം. ഷീലാമ്മ, എന്തുണ്ട് താങ്കളുടെ വിശേഷങ്ങൾ? എന്റെ മാത്തുക്കുട്ടിച്ചായൻ പോയ പിന്നെ ഞാനൊന്നും ഉറങ്ങിയിട്ടില്ല. എന്റെ മാത്തുക്കുട്ടിച്ചായൻ ആരാന്നറിയാമോ അമ്മച്ചി? ഒരു പുരുഷനായിരുന്നു അമ്മച്ചി, പുരുഷനായിരുന്നു. ഓക്കെ ഷീലാമ്മ, താങ്കൾക്ക് ഇഷ്ടപ്പെട്ട ഒരു നടന്റെ പേര് പറയാമോ? എനിക്കിഷ്ടപ്പെട്ട നടൻ KP ഉമ്മറാണ്. അടുത്തതായി നമുക്ക് KP ഉമ്മർ അഭിനയിച്ച ഒരു സിനിമയിലെ രംഗം കാണാം. എടി ശാരഥി, ഞാനൊരു വികാര ജീവിയാണ്. എന്നോട് കളിച്ചാൽ നിന്നെയൊക്കെ പിടിച്ച് ബലാത്സംഗം ചെയ്ത് കളി, ഓർമ്മയിരിക്കട്ടെ. അടുത്തതായി നമുക്ക് ചോദിക്കാം, ശ്രീമതി ബിന്ദു പണിക്കർ, എന്താണ് താങ്കൾക്ക് പറയുവാനുള്ളത്? ഏട്ടാ സുരേഷേ, സ്കൂളിൽ പഠിക്കുമ്പോ എനിക്കാണ് ഫസ്റ്റ്, പക്ഷേ റിസൾട്ട് വന്നപ്പം ഞാൻ മാത്രം തോറ്റു. നന്ദിയില്ലാത്ത ജാതികള്. ഓക്കെ ശ്രീമതി ബിന്ദു പണിക്കർ, താങ്കൾ തോറ്റതിൽ ഒരു കുഴപ്പവും വിചാരിക്കാതെ താങ്കളുടെ കയ്യിലിരിപ്പിന്റെ ഫലം തന്നെയാണ്. അടുത്തതായി നമ്മുടെ ഈ വേദിയെ ധന്യമാക്കാൻ എത്തുന്നു S ജാനകി അമ്മ. അടുത്തതായി ശ്രീ ഭീമൻ രഘു ഇവിടെ എത്തി. നമുക്ക് ചോദിക്കാം, എന്താണ് ഭീമൻ രഘു താങ്കൾക്ക് പറയാനുള്ളത്? വരണം വരണം മിസ്റ്റർ എൻഡോ ജോർഡൻ, താന് ഇവിടെ എത്തുമെന്ന് എനിക്കറിയാമായിരുന്നു. തന്നെ ഒന്ന് ഇവിടെ എത്തിക്കാൻ ഞാൻ കളിച്ച കളി വിനാശകാലെ ഓപ്പോസിറ്റ് ബൂത്ത്. ശ്രീ ഭീമൻ രഘു, താങ്കൾ മലയാള സിനിമയിൽ 1-2 നടന്മാരെ അനുകരിക്കുമെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി താങ്കളൊന്ന് അനുകരിക്കാമോ? ഞാൻ ശ്രീ അണ്ണൻ പിള്ളയെ വളരെ നന്നായിട്ട് അനുകരിക്കും. മറക്കണോ? എന്തൊക്കെയാണോ ഞാൻ മറക്കണത്? ലക്ഷ്മി അവൾ കൺമുമ്പിൽ വെച്ച് പറഞ്ഞു വെച്ച മറക്കണോ? മറക്കണോടോ? ഓഹോ,
അടുത്തതായിട്ട് ജോസ് പ്രകാശിനെ നമുക്ക് നോക്കാം. ശാരന് മകനിടയിൽ യകീന് ചതികരിയില് അരിയൻ കഴിച്ചാൽ നിന്നൊക്കെ പിടിച്ച് എന്റെ മൂലപ്പുള്ളെടുക്കും ഓർമ്മിരിക്കട്ടെ. അടുത്തതായി ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. നമ്മുടെ ആരുടെ ക്ഷണം കിട്ടാതെ ഈ പരിപാടിയെ വിമർശിച്ച് കൊളമാക്കാനെന്ന ഉദ്ദേശവുമായി എത്തിയിട്ടുള്ള ശ്രീ സുകുമാർ അഴീക്കോട്, നമുക്ക് അദ്ദേഹത്തെ സ്വാഗതം ചെയ്യാം. എന്താണ് സുകുമാർ അഴീക്കോട് താങ്കൾക്ക് പറയുവാനുള്ളത്? എടോ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. സത്യത്തിൽ ഇവിടെ നടന്നത് ഒരു ഉദ്ഘാടന ചടങ്ങാണോ അതോ ആളെ വടിയാക്കൽ ചടങ്ങാണോ? എനിക്ക് കണ്ടിട്ടൊന്നും മനസ്സിലായില്ല. എനിക്ക് താങ്കളോട് റിക്വസ്റ്റ് ഉണ്ട്. താങ്കൾ സംസാരിക്കുമ്പോൾ ദയവായി താങ്കളുടെ ആ വിരലുകൾ ഒന്ന് താത്തിയിടേണ്ടതാണ്. അത് രണ്ടും എന്റെ കണ്ണിലാണ് കുത്തിയിരിക്കുന്നത്. നമുക്ക് ഇനി ചോദിക്കാം, എന്താണ് താങ്കളുടെ ജീവിതത്തിൽ ഇങ്ങനെ എല്ലാവരെയും വിമർശിച്ചു നടക്കുന്നത്? ഏട്ടോ, ഞാൻ എല്ലാവരെയും വിമർശിക്കുന്നത് സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യമല്ലേ? ഇവിടെ ഇരിക്കുന്ന താരങ്ങളൊക്കെ യഥാർത്ഥ മുഖ കണ്ടാലുണ്ടല്ലോ, അവരെയൊക്കെ കാണാൻ എന്തിനു കൊള്ളാടോ? എന്റെ പകുതി ഗ്ലാമർ പോലും ഇല്ല അവർക്ക്. തനിക്കതറിയാമോ? ഓക്കെ, ഇതോടെ ഈ ഉദ്ഘാടന ചടങ്ങുകൾ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. ഇതോടെ എന്റെ കൊച്ചു മുമ്പിൽ അവസാനിക്കുന്നു. നന്ദി, നമസ്കാരം.